ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 17ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയമില്ലാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ടീം റെഡ് ഒരു ഗോൾ അടിച്ചത് കണ്ട് അവർക്കെതിരെ എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. എനിക്ക് പുതുതായി കിട്ടിയ ഈ എബിലിറ്റി ഞാൻ യൂസ് ചെയ്തേ പറ്റൂ. എല്ലാവരുടെയും ഫീൽഡ് ഓഫ് വിഷൻ മനസ്സിലാക്കി ഒരു പുതിയ അവസരം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാ. സോ അവന്റെ സ്പെഷ്യൽ അവയർനെസ് വെച്ച് ഗോൾ അടിക്കാനുള്ള സാധ്യതകൾ മനസ്സിലാക്കുവാണ് ഇസഗി. ഇതേ സമയമാണ് ഇസഗിയുടെ കയ്യിലുണ്ടായിരുന്ന ബോൾ എടുക്കാൻ വേണ്ടി റിയോ വരുന്നത്. ഇത് കണ്ടതു ഇസഗി ബാറോക്ക് നേരെ ബോൾ ഇട്ട് കൊടുക്കുന്നു. ബോളും കൊണ്ട് ബാറോ മുന്നോട്ട് പോകുന്ന സമയത്ത് റിയോയെ മറികടന്ന് ഇസഗി ഗോൾ പോസ്റ്റിനടുത്തോട്ട് ചെല്ലുന്നു. സോ ഇപ്പൊ അവന്റെ കയ്യിൽ പന്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിക്കും. ഹേയ് ബാറോ, ബോൾ പാസ് ചെയ്യ് എന്ന് പറയുവാണ് ഇസഗി. എന്ന് ഇത് കണ്ട് ബാറോ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. സോ ഈ ചാൻസ് മുതലെടുത്ത് കുനുഗാമി അവന്റെ കയ്യിൽ നിന്നും ബോൾ തട്ടിയെടുക്കുന്നു. കുനുഗാമിയുടെ കയ്യിൽ നിന്നും പാസ് എടുക്കാൻ വേണ്ടി റിയോയും ചീഗ്രയോ അവന്റെ കൂടെ തന്നെ വരുന്നു. എന്നാൽ അവനാർക്കും പാസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇസഗിയും നാഗിയും അവരുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് കുനുഗാമി തന്റെ മിഡ് റേഞ്ച് ഷോട്ട് വെച്ച് ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ആ ബോൾ അങ്ങ് കിക്ക് ചെയ്യുന്നത്. സോ 1-0 ഉണ്ടായിരുന്ന അവരുടെ ടീമിന്റെ പോയിന്റ്സ് 2-0 ആക്കി മാറ്റിയിരിക്കുന്നു. ഹേയ് ബാറോ, ഇസഗി ഇവിടെ ഫുള്ളായിട്ടും ഫ്രീ ആയിരുന്നില്ലേ, പിന്നെ നീ എന്തുകൊണ്ട് അവന് നേരെ ബോൾ ഇട്ടു കൊടുത്തില്ല എന്ന് നാഗി അവനോട് ചോദിക്കുന്നു. എന്റെ ഇഷ്ടം പോലെ ഞാൻ കളിക്കും, നിന്നെ കൊണ്ടൊരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ബാർ അവനോട് ചൂടാവുന്നു. സോ അവർ രണ്ടുപേരും അടികൂടുന്നത് കണ്ട് ഇസഗി അവനോട് നിർത്താൻ വേണ്ടി പറയുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗോൾ അടിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം. എന്തൊക്കെ സംഭവിച്ചാലും ഈ മാച്ചിൽ നമ്മൾക്ക് വിജയിച്ചേ പറ്റൂ എന്ന് ഇസഗി പറയുന്ന സമയത്താണ് വീണ്ടും മാച്ച് ആരംഭിക്കുന്നത്. ബോളും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇസഗി ഇനി ആർക്ക് പാസ് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിക്കുന്ന സമയത്താണ് ബാറോയെ അവൻ കാണുന്നത്. സിറ്റുവേഷൻ വളരെയധികം മോശമായതുകൊണ്ട് ബാറോക്ക് തന്നെ ബോൾ പാസ് ചെയ്യാമെന്ന് ഇസഗി വിചാരിക്കുന്നു. അപ്പോഴാണ് അവന്റെ മൈൻഡ് അവനോട് ഒരു കാര്യം പറയുന്നത്. ബാറോക്ക് ബോൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ആർക്കും തന്നെ ബോൾ പാസ് ചെയ്യില്ല. ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് തന്നെ ഗോൾ അടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ബാറോ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ടീം പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഇസഗി നാഗിക്ക് നേരെ ബോൾ ഇട്ടു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. സോ അവന്റെ സ്പെഷ്യൽ അവയർനെസ് ഉപയോഗിച്ച് നാഗി എങ്ങനെയൊക്കെയാണ് ഗോൾ അടിക്കാൻ സാധ്യത എന്ന് അവൻ ചിന്തിക്കുന്നു. നാഗിയുടെ കയ്യിൽ ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഗോൾ അടിക്കാൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ അവിടെയുണ്ട്. പെട്ടെന്ന് തന്നെ ഇസഗി നാഗിക്ക് നേരെ ബോൾ ഇട്ടു കൊടുക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ഓടി വന്ന ചീഗിരി ആ ബോൾ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് ചാടി വന്ന നാഗി വളരെ വിദഗ്ധമായിട്ട് ചീഗിരിക്ക് ആ ബോൾ കിട്ടാത്ത രീതിയിൽ തട്ടി മാറ്റുന്നു. നീ മറ്റുള്ളവരെക്കാൾ വളരെ വേഗത്തിൽ ഓടിയാലും നിന്റെ ടോപ്പ് സ്പീഡ് പെട്ടെന്ന് നിന്നെ കൊണ്ട് നിർത്താൻ സാധിക്കില്ല. സോ വളരെ വേഗത്തിൽ വരുന്ന ചീഗിരിയുടെ ആ സ്പീഡ് അവന് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റാത്തതുകൊണ്ട് അവന്റെ മുൻപിലോട്ട് വന്ന ബോൾ നാഗി തട്ടി പുറകിലോട്ട് ഇടുന്നു. സോ പെട്ടെന്ന് എന്നെ ബോളിനടുത്തോട്ട് ഓടിയ നാഗി ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ആ ബോൾ അങ്ങ് കിക്ക് ചെയ്യുന്നു. യെസ്, എന്റെ കെമിക്കൽ റിയാക്ഷൻ നാഗിയുമായിട്ട് സക്സസ് ആയി. സോ ടീം റെഡിനെതിരെ ഒരു ഗോൾ നേടിയിരിക്കുകയാണ് ടീം വൈറ്റ്. പക്ഷെ എന്നാലും ബാറോയുമായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഒരു പീസ് ഇസഗിക്ക് മിസ്സാണ്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളെ ആരെ കൊണ്ട് പിടിച്ചാ കിട്ടില്ല. ഹേ ബാറോ, നീ ഇങ്ങനെ തന്നെ പോയാ നമ്മൾ ടീമിനെ കൊണ്ടൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. നിന്നെ പോലെ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി ഇവിടെ വെച്ച് ഈ മത്സരത്തിൽ നിന്നും തോറ്റു പിന്മാറണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നീ നിന്റെ കഴിവ് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് ഉപയോഗിച്ചാൽ മാത്രമേ നിന്നെ കൊണ്ട് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. സോ പറയുന്നത് കേൾക്ക്, ആവേശം കാണിക്കരുത്. ഹേയ്, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇസഗി. എന്നെ സംബന്ധിച്ച് നീ വെറും ഒരു കഴുത മാത്രമാണ്. നിന്നെ കൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നീ വിചാരിക്കരുത്. എന്നെ ഒരിക്കലും ആരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഐ ആം ദ കിങ് എന്നൊക്കെ പറയാണ് ബാറോ. ഇതേ സമയമാണ് നാഗി അങ്ങോട്ട് വരുന്നത്. ബാറോക്ക് ബോൾ പാസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ തന്നെ നമ്മളെ കൊണ്ട് ഈ മാച്ച് വിജയിക്കാൻ സാധിക്കും എന്ന് നാഗി അവനോട് പറയുന്നു. അങ്ങനെ വീണ്ടും മാച്ച് ആരംഭിക്കുന്നു. റിയോയുടെ കയ്യിലാണ് ഇപ്പോ ബോൾ ഇരിക്കുന്നത്. റിയോയുടെ അടുത്തു നിന്നും ബോൾ എടുക്കാൻ ശ്രമിക്കുകയാണ് ഇസഗി. ഹേ ഇസഗി, നാഗിയെ ഞാനാണ് കണ്ടുപിടിച്ചത്. എന്റെ കയ്യിൽ നിന്നും അവനെ എടുത്തുകൊണ്ട് പോവാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. നിന്നെ പോലെ ഒരുത്തനെ എങ്ങനെയാ അവൻ ചൂസ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പറഞ്ഞു വരുമ്പോ ഇവിടെയുള്ള മറ്റുള്ളവരുടെ പോലെ നിന്റെ കയ്യിൽ ഒരു വെപ്പൺ പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഇസഗിയെയും മറികടന്ന് പോവാണ് റിയോ. റിയോയും കുനുഗാമിയും നല്ല രീതിയിൽ തന്നെ പാസ് ചെയ്ത് ഗോൾ പോസ്റ്റിന് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. എന്ന് റിയോ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ടീം റെഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് അത് റിയോ ആണ്. ചീഗിരിയുടെയും കുനുഗാമിയുടെയും ടാലന്റ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും റിയോ തന്നെയാണ്. സോ പെട്ടെന്നാണ് റിയോ ചീഗിരിക്ക് നേരെ ബോൾ ഇട്ടു കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അവന്റെ മുമ്പിലോട്ട് നാഗി വരുന്നു. നിന്നെ ഇവിടെ നിന്നും മറികടന്ന് പോവാൻ ഞാൻ അനുവദിക്കില്ല. ഇത് കേട്ട് ചീഗിരി അവന്റെ ഇടത് ഭാഗത്തോട്ടൊന്ന് നോക്കുന്നു. പെട്ടെന്ന് തന്നെ ബോൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നു.
സോ അതെടുക്കാൻ വേണ്ടി റിയോ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റിയോയെ തടാൻ വേണ്ടി ഇസഗിയും പുറകെ തന്നെ വരുന്നുണ്ട്. എന്ന് പെട്ടെന്നാണ് ഇസഗിയുടെ മുകളിലൂടെ ചാടി കുനിഗാമി ആ ബോൾ തല വെച്ചിടിക്കുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് കുനിഗാമി ഇപ്പോൾ ഒരു ഗോൾ കൂടി അടിച്ചിരിക്കുന്നു. എന്ന് ഇതേ സമയം താഴെ വീണ ഇസഗി പെർഫെക്റ്റ് ബാലൻസ് ട്രൈ ഫ്യൂഷൻ. എന്നിട്ടും ഞങ്ങൾ രണ്ടുപേരും മാത്രം എന്താ ഇങ്ങനെ? ബാറോ ആണെങ്കിൽ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. ഇത്രയും നേരം ബാറോയുടെ വെപ്പൺ പുറത്തു വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്നാൽ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. എന്റെ പവർ അഡാപ്റ്റ് ചെയ്യുന്നതാണെന്ന് നറുഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ പവർ എന്നെ കൊണ്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ വിചാരിച്ചു. എന്നാ അങ്ങനെയല്ല. ഗെയിമിൽ ജയിക്കാൻ വേണ്ടി ഞാൻ അത് ഗെയിമിൽ അഡാപ്റ്റ് ചെയ്യണം. സോ ഗെയിമിൽ ജയിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യണം. അതാണ് യഥാർത്ഥ അഡാപ്റ്റിംഗ് ബിൽഡിംഗ്. ഹേയ് നാഗി, ഇനി ഈ ഗെയിം നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും കളിക്കുന്നത്. ബാറോയെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇസഗി ബോളും കൊണ്ട് ഓടുന്നു. നാഗിയുടെ അടുത്തോട്ട് ബോൾ പാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇസഗിയുടെ മുമ്പിൽ റിയോ നിൽക്കുന്നുണ്ട്. ബാറോയുടെ മുമ്പിലാണെങ്കിൽ കുനുഗാമിയും നിൽക്കുന്നുണ്ട്. നാഗിയുടെ കയ്യിൽ ബോൾ കിട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചീഗിരി. സോ നാഗിക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചീഗിരിയുടെ സ്പീഡ് വെച്ച് തീർച്ചയായിട്ടും അവൻ അത് തടയും. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഓപ്ഷൻ ഇപ്പോ ബാറോ മാത്രമാ എന്ന് പറഞ്ഞ് ബാറോയുടെ അടുത്തോട്ട് പോവാണ് ഇസഗി. അത് നല്ലൊരു തീരുമാനമായിരുന്നു ഡോങ്കി എന്ന് ബാർ അവനെ നോക്കി പറയുന്നു. എന്നാൽ ശരിക്കും ഇസഗിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ പുറകിൽ നിൽക്കുന്ന ജീനിയസിനെ ആയിരുന്നു. നാഗി എന്ന് പറഞ്ഞവൻ പെട്ടെന്ന് നാഗിക്ക് പാസ് ചെയ്യുന്നു. ബാറോയും കുനിഗാമിയും റിയോയും ഇത് പ്രതീക്ഷിച്ചില്ല. സോ ബാറോക്ക് ബോൾ പാസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും ശ്രദ്ധ ബോളിലോട്ടും ബാറോയുടെ അടുത്തോട്ട് കൊണ്ടുവന്ന സമയത്ത് ഇസഗി നാഗിക്ക് നേരെ ബോൾ പാസ് ചെയ്തിരിക്കുന്നു. അതൊരു നല്ല മൂവ് ആയിരുന്നു ഇസഗി എന്ന് നാഗി അവനോട് പറയുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നാഗിയുടെ അടുത്തോട്ടാണ് ബോൾ വരുന്നതെന്ന് മനസ്സിലാക്കിയ ചീഗിരി അവനെ തടയുന്നു. അങ്ങനെ തന്നെ ചീഗിരി അവനെ അവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് റിയോയും അങ്ങോട്ട് വരുന്നു. ഹേയ് നാഗി, ബോൾ പാസ് ചെയ്യ എന്ന് പറഞ്ഞ് ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് ബാറോ. എന്ന് ബാറോയെ തടാൻ വേണ്ടി കുനിഗാമിയും പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. എല്ലാവരും എന്നെയും ബോളിനെയും ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊരാളെയായിരുന്നു. എനിക്കറിയാം നീ കറക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് എന്ന് പറഞ്ഞ് നാഗി ഇസഗിക്ക് നേരെ ബോൾ പാസ് ചെയ്യുന്നു. സോ അവരുടെ എല്ലാം ശ്രദ്ധ വെട്ടിച്ച് ബാറോയുടെ പുറകിലൂടെ ഓടി വന്ന ഇസഗി ആ ബോൾ മുന്നോട്ട് തട്ടുന്നു. വളരെ വേഗത്തിൽ ആ ബോളിന്റെ പുറകെ ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിലോട്ടുള്ള വാതിലിൽ നീ എത്ര തവണ മുട്ടിയാലും നിനക്ക് അവരെ മാറ്റാൻ കഴിയില്ല. എന്തുകൊണ്ടും എപ്പോഴും മാറേണ്ടത് നീയാണ്. നിന്റെ പ്ലാൻ പ്രകാരം പിന്തുടരാത്ത ഈ ലോകത്തെ നീ മാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴി മുന്നോട്ടുള്ള വെളിച്ചം കാണുക എന്നുള്ളതാണ്. അതെ, എനിക്കിപ്പോ അത് കാണുന്നുണ്ട്. എന്നെ നോക്ക് ബാറോ, നിന്റെ സ്റ്റൈൽ ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാ ഗോൾ അടിക്കാൻ പോകുന്നതെന്ന് കണ്ണ് കുളിർക്കെ കാണ്. സോ ഇസഗിയുടെ ആ മികച്ച ഗോൾ കണ്ട് എല്ലാവരും അവനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടു നിൽക്കുന്നു. അവൻ എങ്ങനെയാ അത് ചെയ്തേ? അവൻ കാരണം നാഗി ഇപ്പോ കംപ്ലീറ്റ്ലി ഒരു ഈഗോയിസ്റ്റ് ആയി മാറിയിരിക്കുന്നു. ഹേയ് ബാറോ, നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ദയവ് ചെയ്ത് ഞങ്ങളുടെ വഴിയിൽ തടസ്സം നിൽക്കരുത്, മനസ്സിലായോ ഡോങ്കി എന്ന് പറഞ്ഞ് ഇസഗി ബാറോയുടെ മുഖത്ത് നോക്കി അവനെ ഡോങ്കി എന്ന് വിളിക്കുന്നു. ഇത് കേട്ട് ബാറോക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വരുന്നു. മറുത്തൊന്നും പറയാതെ ബാറോ അത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ വീണ്ടും മാച്ച് ആരംഭിക്കുന്നു. ഇസഗിയുടെ കണ്ണിലോട്ട് നോക്കിയതും റിയോക്ക് പേടിയാവുന്നു. ഇവൻ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ചീഗിരിക്ക് ബോൾ പാസ് ചെയ്യുന്നു. എന്ന ചീഗിരി പെട്ടെന്ന് എന്നെ കുനുഗാമിയുടെ കയ്യിലോട്ട് ബോൾ കൊടുക്കുന്നു. പെട്ടെന്നാണ് കുനുഗാമിയുടെ അടുത്തോട്ട് ബാറോ ഓടി വരുന്നത്. കുനുഗാമിയുടെ കയ്യിൽ നിന്നും ബാറോ ആ ബോൾ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് റിയോ ആ ബോൾ സേഫ് ആക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. ഇവർ മൂന്ന് പേരും അടികൂടുന്ന സമയത്ത് പെട്ടെന്ന് ഇസഗി അങ്ങോട്ട് വരുന്നു. സോ ബാറോയുടെ ഈഗോയെ ഹേർട്ട് ചെയ്തത് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവൻ ഗോൾ അടിക്കാൻ ശ്രമിക്കുമെന്ന് ഇസഗിക്ക് അറിയാമായിരുന്നു. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അവൻ. കിട്ടിയ ഈ അവസരത്തിൽ ബോളും കൊണ്ട് ഗോൾ പോസ്റ്റിന് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇസഗി. സോ അവന്റെ കയ്യിൽ നിന്നും ബോൾ തട്ടിയെടുക്കാൻ വേണ്ടി ചീഗിരി അങ്ങോട്ട് ഓടി വരുന്നു. പെട്ടെന്ന് തന്നെ ഇസഗി നാഗിക്ക് നേരെ ആ ബോൾ ഇട്ടു കൊടുക്കുന്നു. സോ ആ ബോൾ വരുന്ന ആ വരവിൽ തന്നെ നാഗി ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. വളരെ മനോഹരമായിട്ട് ഒരു ഗോൾ കൂടി അവർ നേടിയെടുക്കുന്നു. ടീം വൈറ്റും ടീം റെഡും 3 പോയിന്റ്സ് എടുത്ത് ഒരുപോലെ നിൽക്കുന്നു. ഞങ്ങൾ 3 പേരെ എതിർത്ത് ഇവർ 2 പേരും എങ്ങനെയാ ഇത് ചെയ്യുന്നേ എന്ന് ചിന്തിക്കുകയാണ് ചീഗിരി. സോ ബാറോയും ഇപ്പൊ ഇവരുടെ എതിരെ കളിക്കുന്നത് പോലെ തന്നെയാണ്. പരസ്പരം പാസ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാതെ തന്റെ ഇഷ്ടത്തിന് കളിക്കുന്ന ബാറോയെ ഇവരുടെ ടീംമേറ്റ് ആയിട്ട് പോലും കാണുന്നില്ല. അങ്ങനെ വീണ്ടും മാച്ച് ആരംഭിക്കുകയാണ്. റിയോ ആണ് ബോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹേ ചീഗിരി, ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇവനക്ക് നേരെ ബോൾ ഇട്ടു കൊടുക്കുന്നു. എന്നാൽ അവന്റെ പുറകെ നാഗി വരുന്നുണ്ടായിരുന്നു. ചീഗിരി എത്രയൊക്കെ വേഗത്തിൽ ഓടുമെങ്കിലും അവന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ബോൾ എടുക്കാൻ നിൽക്കുന്ന ആ സെക്കൻഡ് അവനൊന്ന് സ്ലോ ആവും. സോ ആ ഒരു ടൈമിൽ ഇവൻ എന്റെ മുൻപിലോട്ട് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ തടുക്കാൻ ഇവനെ കൊണ്ട് സാധിക്കും. പക്ഷേ അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ ഫസ്റ്റ് ടച്ച്
അതിലൊരിക്കലും ബോൾ സ്ലോ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് ചീകിരി ബോൾ തട്ടിവിടുന്നു. മുന്നിലോട്ട് പോകുന്ന ബോളിന്റെ സ്പീഡ് പതിയെ കുറയുന്ന സമയത്ത് അവന്റെ സ്പീഡും അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്നൊരു വേഗത കുറക്കാതെ തന്നെ ആ ബോൾ അവനെ കൊണ്ടെടുക്കാൻ സാധിക്കുന്നു. സോ ഇത് മനസ്സിലാക്കിയ ബാറോ പെട്ടെന്ന് അവനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവന്റെ മുമ്പിലോട്ട് വരുന്നു. പറ്റില്ല ബാറോ, എനിക്കറിയാം നീ വരുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞ ബോളും കൊണ്ട് അവന്റെ കാലിന് മുകളിലൂടെ ചാടിപ്പോവാണ് ചീകിരി. ഞാനും എന്റെ സ്പീഡുമാണ് എന്റെ പുതിയ ടെക്നിക്. ഇതുള്ളിടത്തോളം കാലം എന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ട് ചീകിരി ഒരു ഗോൾ കൂടി സ്കോർ ചെയ്യുന്നു. എന്ത്, വീണ്ടും ഒരു സ്കോർ കൂടി? ദിസ് ഈസ് ഓസം. നമ്മളുടെ മുമ്പിൽ സ്വയം കുഴിച്ചു മൂടുന്ന ഒരു അഹങ്കാരിക്ക് ലോകത്തിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കർ ആവാൻ സാധിക്കില്ല അല്ലേ എന്ന് ബാറോയെ പറ്റി പറയുവാണ് ഇസഗി. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി ഒരേ ഒരു പോയിന്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ടീം റെഡ് വിജയിക്കും. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ഇസഗിയുടെ ടീമിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കും. സോ ആരെയായിരിക്കും അവർ തെരഞ്ഞെടുക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത സമയം ബൈ.